മോദിയുടെ കപട നാടകം. എന്താണ് ജാതി സെൻസസ്? ലളിതമായി പറഞ്ഞാൽ ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണമാണ്. കേവലം എണ്ണം എന്നതല്ല, ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണ്. എന്തിനാണ് ഈ കണക്കിനെ BJP ഭയപ്പെടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ആ കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും. പിന്നോക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കും. അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിന്റെ ആധികാരിക രേഖകൾ പുറത്തു വരും. ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യവും കണിശവുമായ പഠനം ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ മനസ്സിലാക്കാനും ഭരണപരമായ നടപടിക്രമങ്ങളെ കൂടുതൽ സൂക്ഷ്മതയിലും കൃത്യതയിലും ഉപയോഗിക്കാനും പ്രയോഗിക്കാനും ഏറെ അനിവാര്യവുമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 നൂറ്റാണ്ടായിട്ടും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടുകയും ചെയ്യും. അപ്പൊ പിന്നെ ഈ അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ ആ കണക്കിനെ ഭയപ്പെടുന്നത് സ്വാഭാവികമല്ലേ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4) 16(4) പ്രകാരം വിദ്യാഭ്യാസം, ഉദ്യോഗസ്ഥ മേഖലകളിൽ ലളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനത്തിനും നിയമനത്തിനും സംവരണവും പ്രത്യേക പരിരക്ഷകളും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് വരുമാനത്തിന്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കണമെന്നും പദവികളിലും അവസരങ്ങളിലുമുള്ള അസമത്വം ഇല്ലാതാക്കണമെന്നും ആർട്ടിക്കിൾ 38(2) പറയുന്നു. ഇതൊക്കെ കൃത്യമായി കണക്കാക്കാൻ നിലവിൽ ഓരോ വിഭാഗത്തിന്റെ ഈ എണ്ണവും സാമൂഹ്യ വ്യവസ്ഥയും അറിയണം. ഏതൊക്കെയാണ് ജാതികൾ? വിവിധ ജാതികളുടെ സാമൂഹ്യ, സാമ്പത്തിക, തൊഴിൽ, വിദ്യാഭ്യാസ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഭരണകൂടത്തിന്റെ കൈകൾ എത്താത്തത് എവിടെയാണ്? വിഭവങ്ങളുടെ വിതരണം ഏത് നിലയ്ക്കാണ് നടക്കേണ്ടത്? എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് സൂക്ഷ്മമായ ഉത്തരം നൽകാൻ ജാതി സെൻസസിന് സാധിക്കും. ഇന്ത്യൻ ജനതയിൽ 75%-ലധികം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ജാതി സെൻസസ് വേണം എന്നത്. ജനസംഖ്യയിലെ 3/4 പങ്ക് വരുന്ന ആളുകൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒന്ന് നടപ്പിലാക്കാൻ മോദി ഭരണകൂടം സന്നദ്ധമായില്ല എന്നത് വളരെ വിചിത്രമായ കാര്യമാണ്. അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിലെ ഭരണവർഗമായ ന്യൂനപക്ഷമായ അതീശ ജാതി വിഭാഗം ജാതി സെൻസിനെ പേടിക്കുന്നു എന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ ജാതി വിവേചനങ്ങൾ ഒന്നുമില്ല എന്നും എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്, അതിനാൽ സംവരണത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള വരട്ട് വാദങ്ങളാണ് ഇക്കൂട്ടർ ഉയർത്താറുള്ളത്. വർഷങ്ങളായി മോദി സെൻസസിന്റെ കാര്യത്തിൽ പുകമറ സൃഷ്ടിച്ച് കപട നാടകം കളിക്കുകയാണ്. സെൻസസ് ഡാറ്റകളോട് മോദി സർക്കാരിന്റെ വെറുപ്പ് ഒരു ദശാബ്ദത്തോളം കാലമായി തുടരുകയാണ്. ഭരണത്തിലേറി 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോദി ഡാറ്റകൾ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ച് മുഖമിനുക്കാൻ ശ്രമിക്കുന്നു എന്ന പരമാർത്ഥം വിളിച്ചു പറയുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും രക്ഷപ്പെടുവാൻ ജാതി വിഷം പടർത്തുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രസ്താവനയ്ക്ക് മറുപടി പ്രസ്താവനയുമായി പ്രതിരോധിക്കുകയാണ് മോദി. ഇന്ത്യയുടെ ദാരിദ്ര്യ കണക്ക് 2012 26% 2024 5% കുറഞ്ഞെന്നും ചില ആളുകൾ ദാരിദ്ര്യം കുറയ്ക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അധികാരത്തിൽ വന്നതെന്നും എന്നാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിന്റെ തോത് കുറഞ്ഞതെന്നും മോദി പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടന്നത്? തന്റെ പോരായ്മയും നാടകവും മറയ്ക്കാൻ മുൻ സർക്കാരിന്റെ മേൽ ആരോപണങ്ങൾ കുടഞ്ഞിട്ട് സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി മോദി നിങ്ങൾക്ക് നേരെ ജനം ഉന്നയിക്കുന്നു. നിങ്ങൾ ഭരണത്തിലേറിയിട്ട് 11 വർഷം അല്ലെ? അതിൽ 2 വർഷം കോവിഡ് കാലം, ബാക്കിയുള്ളത് 8 വർഷം. 2020 സെൻസസ് നടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് കോവിഡ് വരികയും ചെയ്തത് അത് പിന്നീട് അങ്ങ് മാറി. പിന്നെയും 3 വർഷം ഉണ്ടായിരുന്നു, ഉറങ്ങുകയായിരുന്നു മോദി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി സാധാരണ ഓരോ 10 വർഷത്തിൽ നടത്തുന്ന സെൻസസ് പൂഴ്ത്തിയത് മോദി തന്നെയാണ്. 2014 മുതൽ ഒരു ഡാറ്റയും പുറത്തുവിടാൻ മോദി തയ്യാറായിട്ടില്ല എന്നതാണ് മോദിയുടെ കൂർമ്മ ബുദ്ധിയുടെ നാടകം വ്യക്തമാക്കുന്നത്. 13 വർഷം മുമ്പ്, അതായത്
2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. കോവിഡ് കഴിഞ്ഞ് 4 വർഷം കഴിയുന്നു. ഇത് 4ാം വർഷമാണ്. ഇക്കാലത്തിനുള്ളിൽ സർക്കാരിന്റെ മുഖം മിനുക്കുന്ന വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു, വിവിധ സർക്കാർ നയങ്ങൾ നടപ്പിലാക്കി. പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കോടികളുടെ വികസനം എന്ന വ്യാജേന ദൂർത്തിന്റെ അങ്ങേ തലവരെയും. എന്നിട്ടും രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമായ സെൻസസ് ഡാറ്റ നടപ്പിലാക്കാൻ മോദി മുഖം തിരിക്കുന്നതിന്റെ ചേതോവികാരം എന്താണ് എന്നതാണ് ഇന്ത്യയിൽ നിന്നും ഇന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ജാതി സെൻസസ് വേണമെന്ന് നിരവധി പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന സെൻസസിൽ മതത്തെയും സാമൂഹ്യ വിഭാഗത്തെയും കുറിച്ചുള്ള സാധാരണ സർവേകളും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണവും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ ജനറൽ SC ST വിഭാഗങ്ങളിലെ പൊതുവിഭാഗങ്ങളെയും സർവേ ചെയ്യണമെന്നാണ് ആവശ്യം. 2011 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 121.1 കോടിയാണ്. അതിൽ 52% പുരുഷന്മാരും 48% സ്ത്രീകളുമാണ്. ഈ സമയത്താണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറുകളെ കണക്കിൽ ഉൾപ്പെടുത്തിയത്. 20 കോടിയോളം ജനങ്ങളുള്ള ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം. 6 ലക്ഷത്തോളം ജനങ്ങളുള്ള സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം. എന്നും സ്വയം പുകഴ്ത്തലുകളും PR വർക്കുകളും കൊണ്ട് നിലനിർത്തിയ മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് മോദി ഇതിന് മുഖം കൊടുക്കാതിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. സെൻസസിലെ കാലതാമസത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയും വിദ്യാഭ്യാസത്തിലും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ജാതികളുടെ എണ്ണത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദി ജാതി കണക്കെടുപ്പ് വൈകിക്കുന്നതിന്റെ കാരണം കോൺഗ്രസ് പറയുന്നത് കേൾക്കുക. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 10 കോടിയിലധികം ഇന്ത്യക്കാർക്ക് നിഷേധിക്കപ്പെടുന്നു. കാരണം 2011 സെൻസസ് കണക്കെടുപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നതാണ്. പൂർണ്ണവും അർത്ഥവത്തായതുമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണ്. ഏറ്റവും പുതിയ സെൻസസ് നടത്താത്ത 233 രാജ്യങ്ങളിൽ 40 എണ്ണത്തിലും ഇന്ത്യ ഇടം പിടിച്ചു. 2 കാരണങ്ങളാണ് ഇക്കാര്യത്തിൽ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ജനക്ഷേമത്തിനു വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നികൃഷ്ടമായ കരാർ ഉണ്ടായിരുന്നിട്ടും ആശയപരമായി അത്തരമൊരു പദ്ധതിയെ എതിർക്കുകയാണ്. 2, ലോകസഭയ്ക്കും നിയമസഭകൾക്കും വേണ്ടി ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക നിയോജക മണ്ഡലങ്ങളുടെ സീറ്റുകളുടെ എണ്ണവും അതിരുകളും നിർണ്ണയിക്കുന്ന ഡെലിമിറ്റേഷൻ അഭ്യാസമാണ്. സെൻസസ് പൂർത്തിയാകുമ്പോൾ അത് പിന്തുടരേണ്ടതാണ്. തങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചതിന്റെ പേരിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയുമോ എന്ന ആശങ്കയുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിർത്തി നിർണയത്തിന്റെ സാധ്യമായ അനന്തരഫലങ്ങളെക്കുറിച്ച് ന്യായമായും ആകുലരാണ്. ഇവിടെയാണ് മോദിയുടെ നാടകത്തിന്റെ യഥാർത്ഥ കാര്യം മനസ്സിലാകുക. നിലവിൽ ലഭ്യമായ ജാതി തിരിച്ച ഡാറ്റാ വിവരങ്ങൾക്ക് 90 വർഷങ്ങളുടെ പഴക്കമുണ്ട്. രാജ്യത്തിന്റെ സന്തുലനമായ വ്യവസ്ഥകളുടെ നിലനിൽപ്പ് തകർത്ത് സംഘപരിവാർ ഹിന്ദുത്വവാദത്തിന്റെ പൂർണ്ണ ലക്ഷ്യമിട്ട ഭരണകൂട തിട്ടൂരം നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും. അത് മോദിക്കെന്നും ഡെമോക്രസിന്റെ വാളാണ്. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.